اللهم صل على المصطفى اللهم صل على المصطفى مصطفى 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 You're our prophet, our beloved. Truly you are most just and kind. You're our prophet, our beloved. Truly you are most just and kind. You're our prophet, our beloved. Truly you are most just and kind. Allahumma salli ala al-Mustafa اللهم صل على المصطفى مصطفى 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 പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ച പാശ്ചാത്യർ മൈക്കിൾ എച്ച് ഹേർട്ട് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ദ 100th റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ് പേഴ്സൺ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങളിൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തുടരുന്നു, മൈ ചൂസ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഇൻഫ്ലുവൻസ് പേഴ്സൺ. ഞാൻ ആദ്യമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒന്നാമനായി ഞാൻ പരിചയപ്പെടുന്നു. അയനക്കാരിൽ പലരും ആശ്ചര്യഭരിതരായേക്കാം, may be questioned by others, എന്നെ പലരും ചോദ്യം ചെയ്തേക്കാം. But he was the only man in history who was supremely successful on both the religion and secular level. മതകാര്യത്തിലും മതകീയ കാര്യങ്ങൾക്കപ്പുറവും എല്ലാത്തിലും ഒന്നാമനായി പ്രോജ്വലിക്കാൻ ലഭിച്ച ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അലാ ഉഖ്ബിറുക്കും ബി അബ്ഖലിൻ നാസ്, ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ ആരാണ് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് ഉടനെ മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയൂല നബിയെ, പറഞ്ഞു തരണം. അപ്പോ പറഞ്ഞു, ആരെങ്കിലും ഒരാളുടെ അടുക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമം കേട്ടിട്ട് ആ നാമത്തോട് കൂടെ സ്വലാത്ത് ചെല്ലാൻ ഭാഗ്യം ലഭിക്കാത്തവൻ ആരോ അവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇമാമുകൾ, പരിശുദ്ധരായ പണ്ഡിതന്മാർ നമ്മോട് പരിചയപ്പെടുത്തുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇന്നല്ലാഹ വക്കല ബി ഖബരി മലക, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഒരു മലക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കിന് എല്ലാ നാമങ്ങളും എല്ലാവരുടെ പേരുകളും ആ മലക്കിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആ മലക്കിൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കരളിൻ്റെ കഷ്ടമായ പ്രിയപ്പെട്ട യുവാക്കളെ, നാം ട്രെൻഡിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറിന്റെയോ പിന്നാലെ ഓടേണ്ടവനാണോ? അല്ല. നാം ഈ കൊച്ചിയിലെ എടപ്പള്ളി സിറ്റിയിൽ നിന്നൊരു സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങകലെ കാതങ്ങൾക്കപ്പുറമുള്ള മദീനയുടെ മകുടം ചാർത്താത്ത രാജകുമാരൻ, നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വസന്തമായ സയ്യിദുൽ അബ്റാർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മലക്ക് വന്ന് പറയും, യാ മുഹമ്മദ് ഖദ് സല്ലാ അലൈക ഫുലാൻ ഇബ്നു ഫുലാൻ. കൊച്ചിയിലെ എടപ്പള്ളിയിലുള്ള ഒരു വ്യക്തിയുടെ മകൻ ഇതാ അബ്ദുൽ ഖാദറിന്റെ മകൻ മുഹമ്മദ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ ശബ്ദത്തിനോ ഉച്ചം പോരാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടും, നമ്മെ അറിയും. ഓ പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൊണ്ട് നമ്മുടെ അമല് കബൂലാകുമോ അറിയൂല. നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ നമുക്ക് ഉറപ്പില്ല. നമ്മുടെ ദാനം അല്ലാഹു സ്വീകരിക്കുമോ നമുക്കറിയില്ല. ഒന്ന് സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് ഉറക്കെ പറയാം, അദിമിസ്വലാത്ത് അലൻ നബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇല്ല അത് അല്ലാഹു തട്ടിക്കളയൂല, അത് അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പണ്ഡിതന്മാർ ഈ ലോകപ്രശസ്തമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്ന ഈ മാദിഹീങ്ങൾ മദ്ഹ് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് ഇവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ പേര് ഹബീബ് അറിയുന്നുണ്ടെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദിനപ്പുറം, ഏതെങ്കിലും ആവേശത്തിനപ്പുറം ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. ഹൃദയത്തിന്റെ വസന്തമായ നമ്മുടെ എല്ലാമായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്